ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് തിരുവിതാംകൂർ ഭരണത്തെപ്പറ്റി പഠിക്കാം. ഏകദേശം 4600 വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വിദേശ സമൂഹങ്ങളുമായി വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു എന്നതിന് സൂചനകളുണ്ട്. സുമേറിയൻ രാജധാനിയായ ഉർ നഗരത്തിലെ മുഖൈര കൊട്ടാരം അവശിഷ്ടങ്ങളിൽ നിന്ന് മലബാറിൽ നിന്നും മാത്രം ലഭ്യമായിരുന്ന തേക്ക് തടികൾ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 722 ജീവിച്ചിരുന്ന ഷാൻ മനേസർ നാലാമൻ ഇന്ത്യയിൽ നിന്നും കടൽ വഴി കൊണ്ടുവന്നിരുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചതായും സൂചനകളുണ്ട്. ഈ മേഖല സംഘകാലത്ത് ആയി രാജവംശത്തിൻ്റെ ഭരണത്തിൽ കീഴിലായിരുന്നു. തുടർന്ന് രണ്ടാം ചേര സാമ്രാജ്യകാലത്ത് കുലശേഖരന്മാരും ചോളന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിന് വേദിയാകുകയും പ്രധാന പട്ടണമായിരുന്ന വിഴിഞ്ഞം ചോളന്മാർ കൈയടക്കുകയും ചെയ്തു. പിന്നീട് കൂരക്കേണിക്കൊല്ലം, അതായത് ഇന്നത്തെ കൊല്ലം ഭാഗത്തു നിന്നുള്ള വേണാട് എന്നറിയപ്പെട്ട രാജവംശം ഈ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചു. ഇവരുടെ പിൻഗാമികളാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ. കാലങ്ങളിൽ ഈ രാജാക്കന്മാരിൽ പലരും ദുർബലരായിരുന്നതിനാൽ അവർക്ക് പുറമേ നിന്നുള്ള മധുരൈ നായ്ക്കർമാരുടെ ഭീഷണികളോടൊപ്പം രാജ്യത്തിനകത്ത് തന്നെയുള്ള 8 വീട്ടിൽ പിള്ളമാർ, യോഗക്കാർ തുടങ്ങിയ പ്രബല വിഭാഗങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് പാരമ്പര്യമായി വേണാട് രാജസ്ഥാനം ലഭിച്ച മാർത്താണ്ഡവർമ്മയിൽ നിന്നാണ്. അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് രാജ്യം വടക്കോട്ട് പെരിയാറിൻ്റെ തീരം വരെ വ്യാപിപ്പിച്ചു. 8 വീട്ടിൽ പിള്ളമാരുടെയും മറ്റും ഉന്മൂലനം ചെയ്തുകൊണ്ട് അദ്ദേഹം തമ്പിമാരുടെ എതിർപ്പുകളെയും രാജ്യത്തിനകത്തു നിന്നുള്ള മാടമ്പിമാരുടെ ചെറുത്തുനിൽപ്പുകളെയും ഇല്ലാതാക്കി. 8 വീട്ടിൽ പിള്ളമാരാണ് രാജാവിനെ എതിർക്കാൻ തമ്പിമാരെ സഹായിച്ചിരുന്നത്. തുടർന്നുള്ള യുദ്ധങ്ങളിൽ അദ്ദേഹം ആറ്റിങ്ങൽ, കൊല്ലം, കായംകുളം, കൊട്ടാരക്കര തുടങ്ങി കൊച്ചി വരെയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും പിടിച്ചടക്കി. തിരുവിതാംകൂറും ഡച്ചുകാരുമായി നടന്ന യുദ്ധത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തിൻ്റെ ഗതി നിർണയിച്ചത് ഡച്ച് അഡ്മിറലായിരുന്ന ഡിനലോയ് 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയതായിരുന്നു. 1750 ജനുവരി 3 അദ്ദേഹം തൻ്റെ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഇത് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിനുശേഷമാണ് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 1753 ഡച്ചുകാർ മഹാരാജാവുമായി ഒരു സമാധാന കരാർ ഒപ്പുവെച്ചു. 1754 ജനുവരി 3 നടന്ന അമ്പലപ്പുഴ യുദ്ധത്തിൽ സ്ഥാനഭ്രഷ്ടനായ നാടുവാഴികളും കൊച്ചിയിലെ രാജാവും പരാജയം സമ്മതിച്ചതോടെ മാർത്താണ്ഡവർമ്മ തൻ്റെ ഭരണത്തിന് നേർക്കുള്ള എല്ലാ എതിർപ്പുകളും ഇല്ലാതാക്കി. 1757 തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ വടക്കൻ മേഖലയിൽ സമാധാനവും ഭരണസ്ഥിരതയും ഉറപ്പാക്കാനായി ഒരു ഉടമ്പടിയുണ്ടാക്കി. മാർത്താണ്ഡവർമ്മ നികുതി സമ്പ്രദായം ഏകീകരിക്കുന്നതിലും ജലസേചന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിലും ശ്രദ്ധിച്ചിരുന്നു. മറവൻപട എന്ന പേരിൽ ഒരു അംഗരക്ഷക സേനയും കുളച്ചൽ കേന്ദ്രമാക്കി ഒരു സുരക്ഷാ സേനയും മാർത്താണ്ഡവർമ്മ രൂപവൽക്കരിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട അഡ്മിറൽ ഡിനലോയെ അദ്ദേഹം വലിയ കപ്പിത്താനായി നിയമിച്ചു.